എന്നിൽ അന്തർലീനമായിരിക്കുന്ന പരമ പവിത്രമായ ഭഗവത്ഗീതത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രിയ സജ്ജനങ്ങളെ, ആത്മമിത്രങ്ങളെ, ആത്മസുഹൃത്തുക്കളെ, ആത്മസ്വരൂപികളെ, ഈ നമ്മൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ആദ്യത്തെ വിഷയം അവതരിപ്പിച്ചപ്പോൾ ഞാൻ ഹൈന്ദവ നിർവചനം, കാലികമായ പ്രസക്തിയുള്ള ഹൈന്ദവ നിർവചനങ്ങളെ തള്ളിപ്പറയുകയുണ്ടായി. ഏത് വ്യക്തിക്കും എന്തിനെയും തള്ളിപ്പറയാം. ഏത് വ്യക്തിക്കെന്നല്ല, ഏത് പൊട്ടനും എന്തും തള്ളിപ്പറയാം. കാരണം പൊട്ടത്തരത്തിന് ലിമിറ്റില്ല എന്നതാണ്. അതിന് പരിമിതിയില്ല. പൊട്ടത്തരത്തിന് പരിമിതിയില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും തള്ളിപ്പറയുക എന്നത് വെരി ഈസിയായ കാര്യമാണ്. നമ്മൾ മിടുക്കരാകണമെങ്കിൽ എന്ത് വേണം? തള്ളി പറഞ്ഞതിൻ്റെ ശരി എന്താണെന്നും പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമ്മൾ മിടുക്കരാകും. അതുകൊണ്ട് ആദ്യത്തെ വിഷയ അവതരണത്തിൽ ഈ കാലിക പ്രസക്തിയുള്ള 2 നിർവചനങ്ങളെ ഞാൻ തള്ളിപ്പറയുക ചെയ്തു. ശരിക്കും അവ എന്ത് ഉദ്ദേശത്തോടെയാണോ ഉണ്ടാക്കിയിട്ടുള്ളത് ആ കാര്യങ്ങൾ അത് നിറവേറ്റുന്നുണ്ട്. കൃത്യമായിട്ട് അതിൻ്റെ ആവശ്യങ്ങൾ അത് നിറവേറ്റുന്നുണ്ട്. ആ നിർവചനങ്ങൾ നിറവേറ്റുന്നുണ്ട് എങ്കിൽ ഹിന്ദുവിൻ്റെ സ്വത്വത്തെ അപ്പോൾ ഹിന്ദുവിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി തരാൻ ആ നിർവചനങ്ങൾക്ക് കഴിയില്ല, സാധ്യമില്ല. അതുകൊണ്ടാണ് അതുപോലെ നമുക്ക് തള്ളിപ്പറയേണ്ടി വന്നു, അത് മാറ്റി നിർത്തേണ്ടി വന്നു. അപ്പോൾ ഇന്നത്തെ വിഷയം ഹൈന്ദവ നിർവചനം എന്താണ് എന്നതാണ്. അതിനു മുമ്പേ നമുക്ക് കഴിഞ്ഞ വിഷയാവതരണത്തിൽ നമ്മൾ 2 കാര്യങ്ങൾ നോക്കി. ഒന്ന് യുഗപ്പിറവി. എന്താണ് യുഗപ്പിറവി? വൺ വേൾഡ് വൺ നേഷൻ, ഒരു ഭൂമി ഒരു രാഷ്ട്രം, അല്ലേ? വസുധൈവ കുടുംബകം, ഭൂമി മാതാവിൻ്റെ കുടുംബം. ഈ ഭൂമിയിലുള്ള നമ്മളെല്ലാവരും ഒറ്റൊരു കുടുംബമായിട്ട് വരുന്ന ഒരു ഭരണവ്യവസ്ഥ, അതാണ് യുഗപ്പിറവിയിലെടുക്കാൻ പോകുന്നത്. ന്യൂ വേൾഡ് ഓർഡർ, പുതിയ ലോകക്രമം. ഭൂമിയിലെ ദേശങ്ങൾക്ക് തമ്മിൽ, രാജ്യങ്ങൾക്ക് തമ്മിൽ അഥവാ രാഷ്ട്രങ്ങൾ തമ്മിൽ പരിധികളില്ല, സീമകളില്ല, അല്ലേ? അതിരുകളില്ല. അങ്ങനെ ഒരു ഭൂമി ഒരു രാഷ്ട്രം എന്നൊരു സങ്കല്പമാണ് പുതിയ ലോകക്രമമായിട്ട് വരാൻ പോകുന്നത്. അത് നമ്മൾ യുഗപ്പിറവി എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ കാര്യം യുഗധർമ്മം. എന്താണ് യുഗധർമ്മം? ഈ ദേഹത്തിലിരിക്കുന്ന ഞാൻ എന്തിന് ഈ ദേഹത്തിൽ വന്നു, ഇപ്പം എന്തിന് ഈ ദേഹത്തിൽ നിലനിൽക്കുന്നുണ്ട്, എന്നെ കേന്ദ്രീകരിച്ചിട്ട് പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളെയും നോക്കുക. അതിൻ്റെ ദൃഷ്ടികോണത്തിൽ, അതിൻ്റെ ആംഗിൾ ഓഫ് വ്യൂവിൽ ഈ ദേഹത്തിലുള്ള ഞാൻ, അതിനെ നിങ്ങൾ ആത്മാവ് എന്ന് വിളിക്കുകയാണെങ്കിൽ ആത്മാവിനെ കേന്ദ്രീകരിച്ചിട്ട് വിശ്വത്തിലുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും, അത് 64 കലകളാകട്ടെ, 1008 കായിക മത്സരങ്ങളാകട്ടെ, ക്രീഡകൾ, സ്പോർട്സുകളാകട്ടെ, സാഹിത്യമാകട്ടെ, ഇനി എല്ലാ ഭൗതിക ശാസ്ത്രം, കെമിസ്ട്രി, ഫിസിക്സ്, ജോമെട്രി, ആസ്ട്രോണോമി, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ബയോകെമിസ്ട്രി, ഇനി എന്തൊക്കെയുണ്ടല്ലോ, സോഷ്യൽ സയൻസ്, എക്കണോമിക്സ്, ഫിനാൻസ്, കോമേഴ്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്, അല്ലേ? ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങൾ, അതിൻ്റെ ആംഗിൾ ഓഫ് വ്യൂ, അതിനെ മനസ്സിലാക്കാൻ വേണ്ടി, അതേപോലെ ധർമ്മശാസ്ത്രങ്ങൾ, സ്മൃതികളാകട്ടെ, ശ്രുതികളാകട്ടെ, ഇതെല്ലാം എന്തിനു വേണ്ടി? ഈ ദേഹത്തിൽ ആത്മാവ് ഉണ്ടെങ്കിൽ മാത്രമാണ്. ഈ ദേഹത്തിൽ ആത്മാവില്ലെങ്കിലോ ശവത്തിന് എന്ത് സൗന്ദര്യം, ശവത്തിന് എന്താവശ്യം? ഇതെല്ലാം ആവശ്യമുണ്ടോ? ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ ദേഹത്തിനുള്ളിൽ ആ ഞാൻ ഉള്ളിടത്തുമാണ് നിങ്ങൾക്ക് ഈ രാഷ്ട്രീയവും കളിക്കാം, ഈ കലകൾ പ്രദർശിപ്പിക്കാം, അല്ലേ? സാഹിത്യത്തെ നിർമ്മിക്കാം,
ശാസ്ത്രങ്ങളെ പഠിപ്പിക്കുക, സംശോധന, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റുകൾ ചെയ്യുക. ഇതെല്ലാം എന്ത് ഉള്ളിൽ ആത്മാവുണ്ടായില്ല. അപ്പോൾ ആത്മാവിനെ കേന്ദ്രീകരിച്ച് ആത്മാവിൻ്റെ ആംഗിൾ ഓഫ് വ്യൂവിൽ അതിൻ്റെ ദൃഷ്ടികോണത്തിൽ പ്രപഞ്ചത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുക എന്നതാണ് ഇനി വരാൻ പോകുന്ന യുഗത്തിൻ്റെ ധർമ്മം. അത് കലിയുഗത്തിൻ്റെ ധർമ്മം ആകാൻ പോവുകയാണ്. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയത്. അത് കൂടാണ്ട് മനുഷ്യ മൃഗം, മനുഷ്യൻ, മനുഷ്യ ദൈവം എന്ന 100 കാര്യങ്ങളെ കൂടി നോക്കി. മനുഷ്യരൂപത്തിലുള്ള മൃഗങ്ങൾ ആരാണ്? മനുഷ്യരൂപത്തിലുള്ള മൃഗങ്ങൾ അവരെപ്പോഴാണ് മനുഷ്യരാകുന്നത്, അവിടുന്ന് അവർ ദൈവിക മനുഷ്യരാകുന്നത് എങ്ങനെ എന്ന് നമ്മൾ അതും കൂടി നോക്കി. അപ്പോൾ ഇന്നത്തെ വിഷയം ഹൈന്ദവ നിർവചനം. ഹൈന്ദവ നിർവചനം മനസ്സിലാക്കണമെങ്കിൽ അടിസ്ഥാനമായിട്ട് ഒരു 4 നിർവചനങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതില്ലെങ്കിൽ ഹൈന്ദവമില്ല. അപ്പോൾ ആ അടിസ്ഥാനമായ 4 നിർവചനങ്ങളെ നമുക്ക് നോക്കിക്കൊണ്ട് അങ്ങോട്ട് പോവാം. ഒന്നാമത്തത് ധർമ്മം. എന്താണ് ധർമ്മം? ധർമ്മത്തിൻ്റെ നിർവചനം എന്താണ്? പ്രജ്ഞയെ വികസിപ്പിക്കുന്നതായ, പ്രജ്ഞ അറിവ് ബോധത്തെ വികസിപ്പിക്കുന്നതായ, ആനന്ദമുണ്ടാക്കുന്നതായ, മോക്ഷത്തിൻ്റെ ലക്ഷ്യമുള്ള കർമ്മം, മോക്ഷത്തിൻ്റെ ലക്ഷ്യമുള്ള കർമ്മത്തെ നമ്മൾ ധർമ്മം എന്ന് വിളിക്കുന്നു. ഈ കർമ്മം എന്ന് പറയുമ്പോൾ അത് മാനസിക കർമ്മമാകാം, ശാരീരിക കർമ്മമാകാം, അഥവാ ദൈവികമായ അഥവാ ബാഹ്യമായ ഇടപെടലുകൾ കൊണ്ട് നടക്കുന്ന കർമ്മങ്ങളാകാം. 3 കർമ്മങ്ങളാകട്ടെ, ഏത് കർമ്മമാകട്ടെ അത് ധർമ്മം. എന്താണ്? പ്രജ്ഞയെ, ബോധത്തെ, അറിവിനെ വികസിപ്പിക്കുന്നതായ, ആനന്ദമുണ്ടാക്കുന്നതായ, മോക്ഷത്തിൻ്റെ ലക്ഷ്യമുള്ള കർമ്മത്തെ നമ്മൾ ധർമ്മം എന്ന് വിളിക്കുന്നു. രണ്ടാമത്തത് നേരെ അപ്പോസിറ്റ് അധർമ്മം. എന്താണ് അധർമ്മം? പ്രജ്ഞയെ സങ്കുചിപ്പിക്കുന്നതായ, പ്രജ്ഞയെ സങ്കുചിപ്പിക്കുന്നതായ, ദുഃഖമുണ്ടാക്കുന്നതായ, പീഡനമുണ്ടാക്കുന്നതായ, ചൂഷണത്തിൻ്റെ, അടിമത്തത്തിൻ്റെ, ആശ്രിതത്വത്തിൻ്റെ ലക്ഷ്യത്തോടെ ചെയ്യുന്ന കർമ്മത്തെ നമ്മൾ അധർമ്മം എന്ന് വിളിക്കുന്നു. സിമ്പിൾ അല്ലേ? മൂന്നാമത്തത് എന്താണ്? മോക്ഷം അല്ലേ? എന്താണ് മോക്ഷം? മോക്ഷം എന്താണ്? ഒരു അവസ്ഥയാണ്. എങ്ങനത്തെ അവസ്ഥ? ആരിൽ നിന്നും പീഡിപ്പിക്കപ്പെടാതിരിക്കുന്ന ഒരവസ്ഥ, ആരെയും ആശ്രയിക്കാതിരിക്കുന്ന അവസ്ഥ, ആരെയും അവലംബിക്കുന്നില്ല, ആരിൽ നിന്നും പീഡിപ്പിക്കപ്പെടുന്നില്ല, ആരിൽ നിന്നും ചൂഷണം ചെയ്യാൻ ആരുടെയും അടിമത്വം സ്വീകരിക്കുന്നില്ല, ആരുടെയും അടിമയാകുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ മോക്ഷം പ്രാപിച്ച അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മോക്ഷം? മോക്ഷം എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലും പീഡിപ്പിക്കപ്പെടാത്തത്, പീഡനങ്ങളില്ലാത്തത്, ചൂഷണം ചെയ്യപ്പെടാത്തത്, അടിമത്വം ഇല്ലാത്തത്, ആരെയും ആശ്രയിക്കാത്തത്, ആരെയും അവലംബിക്കാത്തത് ഉള്ള അവസ്ഥയെ നമ്മൾ മോക്ഷം പ്രാപിച്ച അവസ്ഥ എന്ന് പറയും. ഇനി ദൈവം എന്താണ്? ദൈവത്തിൻ്റെ നിർവചനം അല്ലേ? ഈ നിർവചനങ്ങൾ മുമ്പേലോ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പല ആൾക്കാരും. ദൈവത്തെ നിർവചിക്കാൻ പറ്റില്ല, ഹിന്ദുവിനെ നിർവചിക്കാൻ പറ്റില്ല, അത് കടലിൽ പോലെ കിടക്കുന്ന സാധനം, അതിനെങ്ങനെയാണ് നിങ്ങൾ നിർവചിക്കുക? അത് അസാധ്യമാണെന്ന്. എന്താ അറിയോ? നിർവചനം എന്താണെന്ന് അറിയാത്ത കൂട്ടറാണ് ഇങ്ങനെ പറയുന്നത്. നിർവചിക്കാൻ നമുക്ക് എന്ത് വേണം? 2 കാര്യങ്ങൾ. ആ എന്തിനെയാണോ നമ്മൾ നിർവചിക്കുന്നത് അതിനെപ്പറ്റി നമുക്ക് പൂർണ്ണമായ അറിവുണ്ടായിരിക്കണം. രണ്ടാമത്തത് ആ എന്തിനെയാണോ നമ്മൾ നിർവചിക്കുന്നത് അത് പ്രപഞ്ചത്തിലുള്ള മറ്റുള്ളവരിൽ നിന്ന് അത് എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നത്, എങ്ങനെ ഭിന്നമായിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ആ ഭിന്നതയാണ് അതിൻ്റെ നിർവചനം. അതാണ് അതിൻ്റെ സ്വത്വം, അതാണ് അതിൻ്റെ നിർവചനം. അപ്പോൾ നമ്മൾ ഒരു വിഷയത്തെ പൂർണ്ണമായിട്ട് അറിയാണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ നിർവചിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ട്. അത് ശരിയല്ല. എന്തിനെപ്പറ്റി നമുക്ക് പൂർണ്ണ അറിവുണ്ട്, അത് മറ്റുള്ളവരിൽ എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു മനസ്സിലാക്കിയാൽ നമുക്ക് എന്തിനും നിർവചിക്കാൻ പറ്റും. ശരി, നമ്മളിപ്പോൾ ദൈവത്തിനെയാണ് നിർവചിക്കാൻ പോകുന്നത്. ചിലർ പറയുന്നുണ്ട് ദൈവത്തെ നിർവചിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ദൈവം അല്ലാണ്ടായി പോകുന്നല്ലോ, ഒരു ഫ്രെയിമിലേക്ക് കൊണ്ടുവന്നാൽ അത് അല്ലാണ്ടായി പോകുന്നെല്ലാം പറയുന്നവരുണ്ടായിരുന്നു. പോട്ടെ, എന്നാലാകട്ടെ, നമ്മളിപ്പോൾ ദൈവത്തെ നിർവചിക്കാൻ പോവുകയാണ്. എന്താണ് ദൈവം? സർവജ്ഞമായത്, സർവശക്തിയുള്ളത്, സർവാന്തരയാമിയായത്,
തന്നിലുള്ള അനന്തമായ ജ്ഞാനം, ശക്തി, കർമ്മം, ഭാവം ഈ സൃഷ്ടിയുടെ രൂപത്തിൽ വികസന പാതയിൽ സ്വയം പ്രകടമായി കൊണ്ടിരിക്കുന്ന ആ മൂലചൈതന്യം അതാണ് ദൈവം. എത്ര സിമ്പിളാണ്. ഈ 4 നിർവചനങ്ങളിൽ നോക്കൂ. ഇത് സയൻറ്റിഫിക്കാണ്, യൂണിവേഴ്സലാണ്, റാഷണലാണ്, ലോജിക്കലാണ്. ഇതിൻ്റെ സ്പെഷ്യൽ കാര്യം പറയട്ടെ, ഇതെല്ലാം സെക്കുലറാണ് അല്ലേ. സെക്കുലറായത് എന്തും നിങ്ങൾ ഹിന്ദുക്കളുടേതാണ്. അതുകൊണ്ട് ഹിന്ദുവിൻ്റെ നിർവചനങ്ങൾ കണ്ട അത് യൂണിവേഴ്സലാണ്, പിന്നെ സയൻറ്റിഫിക്കാണ്. ഇനിയാണ് നമ്മൾ ഹിന്ദുവിൻ്റെ നിർവചനത്തിലേക്ക് പോകാൻ പോകുന്നത്. ഹിന്ദുവിനെ നിർവചനം ഇത് സിമ്പിളായ 2 വരികൾ കൊണ്ട് പറയുന്ന ആദ്യം, പിന്നെ നമുക്ക് വിസ്തൃതമായ ഡെഫിനിഷൻ നോക്കാം. രണ്ടും സെയിം ആണ്, ബട്ട് 2 തരത്തിലാണ്. ആദ്യത്തേത് സിമ്പിളായി പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയുള്ള നിർവചനമാണ്. എന്താണ് ഹിന്ദുവിൻ്റെ നിർവചനം? തന്നിലും മറ്റുള്ള എല്ലാത്തിലും ദൈവത്തെ കാണുന്നവൻ, ഭാരത മണ്ണിനെ, ഭാരത ആത്മീയ പൈതൃകത്തെ പിൻഗാമി ആരോ അയാളാണ് ഹിന്ദു അഥവാ സനാതനി. എത്ര സിമ്പിളാണ്. തന്നിലും മറ്റുള്ള എല്ലാത്തിലും ദൈവത്തെ കാണുന്നവനും ഭാരത മണ്ണിൻ്റെ, ഭാരത ആത്മീയ പൈതൃകത്തിൻ്റെ പിൻഗാമിയെ നമ്മൾ ഹിന്ദു അഥവാ സനാതനി എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി വന്നു. എന്താണ് ഭാരത ആത്മീയ പൈതൃകം? എന്താണ് ഭാരത ആത്മീയ പൈതൃകം അഥവാ ഹിന്ദുവിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്താണ്, അഥവാ ഹിന്ദുവിൻ്റെ സവിശേഷതകൾ എന്താണ്? അങ്ങനെ അത് നോക്കാം. ഹിന്ദുവിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അഥവാ സവിശേഷതകൾ 7 എണ്ണമാണ്. ഒന്നാമത്തത് ഭാരതದ മണ്ണിനെ ഭാരതാംബ എന്ന സങ്കല്പത്തോടെ പൂജിക്കുന്നു, മാതൃസങ്കല്പത്തോടെ അതിനെ ആരാധിക്കുന്നു. അത് ഹിന്ദുവിൻ്റെ അടിസ്ഥാന തത്വത്തിൽ ഒന്നാണ്. എല്ലാ ജനാംഗത്തിനും അവർ വളർന്നു വന്ന് അവരെ ദർശനങ്ങൾ ഉണ്ടാക്കിയ അവരുടെ കലകളെ പോഷിപ്പിച്ചിട്ട് വളർത്തിയെടുത്ത് അവരുടെ സാഹിത്യത്തെ വികസിപ്പിച്ച് എടുത്ത് അവരുടെ ശാസ്ത്രങ്ങൾ വികസിച്ചെടുത്ത ഒരു ഭൂമിയുമായിട്ട് ഒരു ബന്ധമുണ്ട്. എല്ലാ ജനാംഗത്തിനും ഒരു പ്രത്യേക ഭൂമിയുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകും. അങ്ങനെ ഹിന്ദുക്കൾക്ക് ഭാരത മണ്ണ് അവരുടെ ഭാരത മാതാവാണ്. ഭാരത മണ്ണിനെ അവർ ഭാരതാംബ എന്ന സങ്കല്പത്തോടെ മാതൃഭാവത്തോടെ പൂജിക്കുന്നു. അത് അവരുടെ ഉപാസന രീതികളിൽ അവരുടെ ഇതിൽ സംസ്കാരത്തിൽ നോക്കാം. ഒന്ന് അവർ എന്ത് പൂജയോ എന്തെങ്കിലും ആരാധന ചെയ്യുന്നതിന് മുമ്പേ അവർ ശുദ്ധീകരിക്കാറുണ്ട്. ശുദ്ധീകരിക്കുമ്പോൾ അവരൊരു മന്ത്രം പറയാറുണ്ട്. എന്താ അറിയോ? ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി. അല്ല, ഈ സപ്തനദികളിനെ ഓർക്കാണ്ട് ഒരു പരിപാടിയും തുടങ്ങില്ല. ഈ സപ്തനദികൾ എന്താണ്? ഈ സപ്തനദികൾ അങ്ങ് ഈ ഭാരത ഉടനീളം പ്രവഹിക്കുന്ന മക്കൾക്ക് മുലപ്പാൽ കൂട്ടുന്ന പോലെ വെള്ളം കൊട്ടിട്ട് അവരെ ജീവൻ നിലനിർത്തുന്ന നദികൾ. ഈ നദീതടങ്ങളിലാണ് ഭാരതത്തിൻ്റെ എല്ലാ സംസ്കാരവും ഉടലെടുത്തതും അതിന് ദർശനങ്ങൾ ഉടലെടുത്തതും അത് വളർന്നതും. ഇനിയൊരു ശ്ലോകത്തോടെ നോക്കാം. വിഷ്ണു പുരാണത്തിലൊരു ശ്ലോകം ഉണ്ടല്ലോ. എന്താണത്? ഉത്തരം യത് സമുദ്രസ്യ ഹിമാദ്രശ്ചൈവ ദക്ഷിണം തത് വർഷം ഭാരതം നാമ യത്ര സന്തതി ഭാരതി. അല്ലേ, അവരെ വിഷ്ണു പുരാണത്തിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങ് മഹാസമുദ്രത്തിൽ നിന്ന് വടക്കോട്ടും ഹിമാലയത്തിൽ നിന്ന് തെക്കോട്ടുള്ള ഭൂമി അല്ലേ. അപ്പോൾ ഇവിടെ കിഴക്കും പടിഞ്ഞാറും പരിധികളില്ല. അപ്പോൾ കിഴക്ക് എന്തായിരിക്കും? പരിധി എന്തായിരിക്കും? സമുദ്രമായിരിക്കണം. കാസ്പിയൻ സമുദ്രം. കാസ്പിയൻ എന്ന് പറഞ്ഞാൽ കശ്യപ സമുദ്രം. അതേപോലെ ഇങ്ങോട്ട് ഇന്തോനേഷ്യ കഴിഞ്ഞിട്ടുള്ള ഭാഗത്തുള്ള ഹിന്ദു മഹാസാഗരം തന്നെ ആയിരിക്കണം അല്ലേ. ബട്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അങ്ങ് ഹിന്ദു മഹാസാഗരത്തിൻ്റെ വടക്കോട്ടും ഇങ്ങ് ഹിമാലയത്തിൻ്റെ തെക്കോട്ടുള്ള ഭൂമിയെ അവർ ഭാരതം, അതിൻ്റെ സന്തതികളെ ഭാരതീയർ എന്ന് വിളിക്കുന്നു അല്ലേ. അപ്പോൾ ഹിന്ദുക്കൾക്ക് ഭാരത മണ്ണ് എന്ന് പറയുന്നത് അത് ഭാരതാംബ എന്ന മാതൃസങ്കല്പത്തോടെ അതിനെ കാണുന്നവരും പൂജിക്കുന്നവരും ആരാധിക്കുന്നവരാണ്. ഇപ്പോൾ ചില പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഭാരതമാതാം എന്ന് പറഞ്ഞതിനെ അതും ഇതും പറഞ്ഞിട്ട് ഈ പറയുന്നവരെല്ലാം കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടാവും.
ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടർ അവരുടെ പേരുകൾ ഹിന്ദു നാമങ്ങളായിരിക്കും. അവർ ഹിന്ദുക്കളല്ല, അവരൊരു വിദേശ മതത്തിൽപ്പെട്ടവരാണ്. അവരുടെ വീടുകളിൽ അവരുടെ അമ്മയും പെങ്ങന്മാരും അഥവാ ബന്ധുക്കളും മക്കളും എല്ലാം ഹിന്ദുക്കളായിരിക്കാം, ഹിന്ദു ആചാരങ്ങൾ ചെയ്യുന്നുണ്ടാകുക. ബട്ട് ഇവർ ഈ പറയുന്ന കൂട്ടർ ഹിന്ദുക്കളല്ല. ഇവർ ഒരു വിദേശ മതത്തിൽ പെട്ടവരാണ്. ആ വിദേശ മതത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിലെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ്? അവർ ഈശ്വര വിരോധികളാണ്, ഈശ്വര നിഷേധികളാണ്. വിരോധികളല്ല, ഈശ്വര നിഷേധികളാണ്. പിന്നെ പ്രത്യയശാസ്ത്രത്തിൻ്റെ അതിനൊരു ഗുണം എന്താണ്? ഇവർ വർഗശത്രു സംഹാരത്തിൽ വിശ്വസിക്കുന്ന കൂട്ടരാണ്. ഇവരെ അല്ലാത്ത തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കാത്തവരെ പീഡിപ്പിക്കാനും ഉപദ്രവിക്കാനും കൊല്ലാവുന്നതിൽ വിശ്വസിക്കുന്ന കൂട്ടരാണ്. മൂന്നാമത്തത് എന്താണ്? വൈരുദ്ധ്യാത്മക പ്രത്യയശാസ്ത്രത്തിൽ ഇവർ വിശ്വസിക്കുന്ന കൂട്ടരാണ്. നാലാമത്തേതാണ് സെക്സ് റിവല്യൂഷനിൽ വിശ്വസിക്കുന്ന കൂട്ടരാണ്. ഇവരെല്ലാം വിശ്വസിക്കുന്ന കൂട്ടർ. ഇതെല്ലാം ഇവരെ അടിസ്ഥാന തത്വങ്ങളാണ്, ഇവരെ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ്. ഈ ഒരു പ്രത്യയശാസ്ത്രമുള്ള വൈദേശിക മതത്തിൽപ്പെട്ടവരാണ് ഈ ഭാരതാംബ എന്ന സങ്കല്പത്തെ എതിർക്കുന്നത്. ഇതിനൊരു കൺഫ്യൂഷൻ ആകാൻ പാടില്ല. അവർ നമ്മൾ ഹിന്ദു ധർമ്മത്തെ നശിപ്പിക്കാനും ഹിന്ദു ധർമ്മത്തെ ഇല്ലാതാക്കാനും വേണ്ടി ഇസ്ലാമിസ്റ്റുകളും ഇവിടെ ആക്രമിച്ചു വന്ന ഇസ്ലാമിസ്റ്റുകളും അതേപോലെ ആക്രമിച്ചു വന്ന ക്രിസ്ത്യാനി മിഷണറിമാരും ചെയ്തുകൊണ്ട് അവർ ചെയ്യാൻ പറ്റാത്തത് അവർക്ക് വേണ്ടി ചെയ്യുന്ന ഏജൻറ്റുകളാണ് ഇവരെല്ലാം. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതാണ്. നമ്മളെ കൂടെ നിന്നിട്ട് നമ്മളാണെന്ന് വിശ്വസിച്ച് സന്ദർഭ സാഹചര്യം കൊണ്ട് ബാക്കിലും കുത്തുന്നവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവരെ നമുക്ക് മാറ്റി നിർത്താനും ചവിട്ടി പുറത്താക്കാനും എല്ലാം കഴിയണം. നമ്മളെ അമ്പലങ്ങളിൽ നിന്ന്, ക്ഷേത്രങ്ങളിൽ നിന്ന്, നമ്മളെ സാംസ്കാരിക പരിപാടികളിൽ നിന്ന് നമ്മളെ ഹിന്ദുവിൻ്റെയായ സംസ്കാര ആരാധനകളിൽ നിന്ന് അഥവാ സാമൂഹിക പരിപാടികളിൽ നിന്ന് ഇവരൊക്കെ നമ്മൾ മാറ്റി നിർത്താൻ പറ്റണം. ഇല്ലെങ്കിൽ ഇവർ ബാക്കിൽ നിന്ന് എപ്പോൾ കുത്തുക, എങ്ങനെ കുത്തുക എന്നൊന്നും പറയാൻ പറ്റില്ല. അതാണ് ഹിന്ദു ഇത്ര കൊല്ലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഐക്യത്തിനെല്ലാം ഭംഗം വരുന്നത് കാണിത്താൻ നമ്മൾ ഹിന്ദു ഐക്യത്തെ ഭംഗം വരുന്നത് ഇങ്ങനത്തെ കൂട്ടറാണ്. ഇവരെന്തെങ്കിലും തോണ്ടി വിടും, അതിന് പിന്നാലെ നടക്കാൻ കുറേ ആൾക്കാരുണ്ടോ, എന്നിട്ടുണ്ടായി നമ്മൾ തന്നെ തമ്മിൽ അടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ അതെല്ലാം മാറണം. അതിനുവേണ്ടിയാണ് ഇവിടെ ഹിന്ദുവിന് നിർവചനം നിർബന്ധമായിട്ട് തരണം എന്ന് തീരുമാനിക്കുകയോ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹിന്ദു ആരാണ് നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ ഹിന്ദുവിൻ്റെ അടിസ്ഥാന തത്വത്തിലെ ആദ്യത്തെ അടിസ്ഥാന തത്വം അഥവാ അവൻ്റെ സവിശേഷത എന്താണ്? ഭാരത മണ്ണിനെയമ്മ ഭാരതാംബ എന്ന സങ്കല്പത്തോടെ, മാതൃസങ്കല്പത്തോടെ ആരാധിക്കുന്നവൻ പൂജിക്കുന്നതാണ്. അത് അവൻ്റെ കളി തൊട്ടിലാണ്, അവൻ്റെ നാഗരികതയുടെ കളി തൊട്ടിലാണ്. അതാണ് ആദ്യത്തേത്. പിന്നെ രണ്ടാമത്തത് എന്താണ്? ആത്മാവിനെ കേന്ദ്രീകരിച്ചുള്ള ജീവിത പദ്ധതി. ആത്മാവിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ജീവിത പദ്ധതി അതാണ് ഇപ്പോൾ പറഞ്ഞത്. നമ്മൾ യുഗധർമ്മം എന്താണ്? നമ്മൾ ദേഹത്തിലുള്ള ഞാൻ അല്ലേ, ഞാൻ ഈ ദേഹത്തിൽ എന്തിനു വന്നു, ഇപ്പം എന്തിനു താമസിക്കുന്നു, ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇതിന് എന്തിനു വിട്ടുപോകുന്നു, എങ്ങോട്ട് പോകുന്നു, അടുത്ത പരിപാടി എന്താ? ആ ഒരു ചിന്ത വരുമ്പോൾ മാത്രമേ നമ്മൾ മനുഷ്യനിൽ നിന്ന് മനുഷ്യരാകുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ആംഗിൾ ഓഫ് വ്യൂവിൽ, ആ ഒരു ദൃഷ്ടികോണത്തിൽ എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിന് വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തിൽ, ബാഹ്യമായ പ്രപഞ്ചത്തിൽ എല്ലാം, എൻ്റെ കുടുംബവും, എൻ്റെ സമൂഹവും, എൻ്റെ രാഷ്ട്രം, ഈ പ്രകൃതി, ഇവിടുത്തെ സകല കലകളും കായിക രംഗവും സാഹിത്യവും ഭൗതിക ശാസ്ത്രങ്ങളും ആത്മീയ ശാസ്ത്രങ്ങളും എല്ലാം എന്തിനു വേണ്ടിയാണ്? ഈ ദേഹത്തിനുള്ളിൽ ആ ആത്മാവിനെ കണ്ടെത്താനും മനസ്സിലാക്കാനും വേണ്ടിയാണ്. ഇത് ഇവരെ രണ്ടാമത്തെ അടിസ്ഥാന സിദ്ധാന്തമാണ്. എന്നാൽ ആത്മാവിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ജീവിത പദ്ധതി. മൂന്നാമത്തത് ഇവരുടെ അടിസ്ഥാന സിദ്ധാന്തം എന്താണ്? ഹിന്ദുവിൻ്റെ അടിസ്ഥാന സിദ്ധാന്തം പുനർജന്മ സിദ്ധാന്തം. ഇങ്ങനെ ദേഹത്തിലുള്ള ഒരു ആത്മാവുണ്ടെങ്കിൽ ആ ആത്മാവ് എങ്ങനെ ഒരു വ്യക്തി പഴയ വസ്ത്രങ്ങളെ മാറ്റിയിട്ട് പുതിയ വസ്ത്രങ്ങളെ ധരിക്കുകയോ അതുപോലെ ഈ ദേഹത്തെ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരുമ്പോൾ ഈ ദേഹത്തെ മാറ്റി എടുത്തു കളഞ്ഞിട്ട് പുതിയ ദേഹത്തെ കണ്ടെത്തും. അങ്ങനെ ഈ ആത്മാവിന് അഥവാ ഈ എനിക്ക് പുനർജന്മമുണ്ടോ എന്ന് വിശ്വസിക്കുന്നത് മൂന്നാമത്തെ അടിസ്ഥാന സിദ്ധാന്തമാണ്. നാലാമത്തത് ഇങ്ങനെ ദേഹത്തിൽ നിന്ന് ദേഹത്തിൽ മാറിക്കൊണ്ട് ജന്മങ്ങളിൽ നിന്ന് ജന്മങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ആത്മാവുണ്ടെങ്കിൽ ആ ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ കഴിയൂ. അതിനുവേണ്ടി സാധന ചെയ്യുന്നവൻ, ആത്മീയമായ ആരാധന ഉപാസന നടത്തുന്നവൻ,
അതിന് എന്താ പറയുക, സാക്ഷാത്കാരത്തിനുള്ള സാധന ചെയ്യുന്നവൻ. അപ്പോൾ നാലാമത്തെ അടിസ്ഥാന സിദ്ധാന്തം എന്താണ്? ഇവനക്ക് സാക്ഷാത്കാരത്തിന് സാധന ചെയ്യുന്നവനാണ്. ഇതാണ് നമ്മളെ ഷോഡശ സംസ്കാരത്തിൽ ഉപനയനത്തിലൂടെ കിട്ടുന്നത്. കുറേ ആൾക്കാർ ഇപ്പോൾ ചെയ്യുന്നില്ല, അത് നമുക്ക് മുന്നിൽ നോക്കാം. ആ ഉപനയനം എന്നത് എന്താണ്? നയനത്തിനെ അടുത്ത് കൊണ്ടുവരിക. നയനം എന്ന് പറയുന്നത് കണ്ണുകൾ, യഥാർത്ഥമായ കണ്ണുകൾ ഗുരുവിനടുത്ത് കൊണ്ടുവരിക, അഥവാ മൂന്നാമത്തെ കണ്ണിലെ അടുത്ത് കൊണ്ടുവരിക എന്നതാണ്. അത് ഉപനയനം പല ആൾക്കാർ വിട്ടുപോയിട്ടുണ്ട്, ബഹുഭൂരിപക്ഷം വിട്ടുപോയിട്ടുണ്ട്. അത് നമുക്ക് പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. അതവിടെ ഇരിക്കട്ടെ. നാലാമത്തത് ഞാൻ എന്താ പറഞ്ഞ, സാക്ഷാത്കാരത്തിന് വേണ്ടി സാധന ചെയ്യുന്നവർ. ഇനി അഞ്ചാമത്തത്, സാക്ഷാത്കാരത്തിന് സാധന ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മോക്ഷം കിട്ടും, അഥവാ മോക്ഷത്തിൻ്റെ ജ്ഞാനം കിട്ടും. അപ്പോൾ മോക്ഷത്തിന് ജ്ഞാനം അറിയുന്നവർ ആണ് അടിസ്ഥാന സിദ്ധാന്തം. മോക്ഷം എന്നത് ഇവരെ ജീവിത ലക്ഷ്യമാണ്. ആരുടെ? ഹിന്ദുക്കളുടെ. അപ്പോൾ അഞ്ചാമത്തെ സവിശേഷത എന്താണ്? മോക്ഷം. എന്താണ് മോക്ഷത്തിൻ്റെ ജ്ഞാനം? എന്നിലുള്ള ആത്മാവും നിന്നിലുള്ള ആത്മാവും മറ്റുള്ള എല്ലാത്തിലുള്ള ആത്മാവും ഒന്ന് തന്നെയാണ്, ആ മൂല ചൈതന്യമാണ് എന്നത്. എന്നിലും നിന്നിലും മറ്റുള്ള എല്ലായിടത്തും ഇത് ഖണ്ഡമായി കാണുന്നുണ്ടെങ്കിൽ ഇത് അഖണ്ഡമാണ്. എങ്ങനെ മുത്തുകൾ, മാലയിൽ മുത്തുകൾ വേറെ വേറെ ആണെങ്കിൽ അത് ഒരു നൂലുകൊണ്ട് കട്ടിട്ട് ഒന്നായിട്ട് കാണുന്നുണ്ടോ, അതുപോലെ ഈ ആത്മാവ് എന്നിലുള്ളതും നിന്നുള്ളതും വേറെ വേറെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലും എല്ലാം ഒന്ന് തന്നെയാണ്. അത് സ്വർണത്തിലാണെങ്കിലും ഭസ്മത്തിലാണെങ്കിലും വെള്ളത്തിലാണെങ്കിലും തീയിലാണെങ്കിലും വിറകിലാണെങ്കിലും ഏകകോശ ജീവി ബാക്ടീരിയകളിൽ വൈറസുകളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും സസ്യങ്ങളാണെങ്കിലും വെള്ളത്തിലാണെങ്കിലും മേഘങ്ങളിലാണെങ്കിലും പ്രപഞ്ചത്തിലാണെങ്കിലും വായുവിലാണെങ്കിലും എല്ലായിടത്തും തൂണിലും എന്നതുപോലെ എല്ലാത്തിലും ഉള്ളത് ആ ഒറ്റ ഒരു ആത്മാവ് തന്നെയാണ്. എന്നിൽ എന്തുണ്ടോ അത് തന്നെയാണ് നിന്നിലും ഉള്ളത്, മറ്റുള്ളവരുള്ളത്. അതാണ് മോക്ഷത്തിൻ്റെ ജ്ഞാനം. ഞാനാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് എന്നത്. ഇതിന് വിസ്തരിച്ച് പറയാൻ സമയമില്ല, നമുക്ക് വിസ്തരിച്ച് പിന്നെ നമുക്ക് നോക്കാം. ഇനി ആറാമത്തത്, അങ്ങനെ ഒരു മോക്ഷജ്ഞാനം ഉള്ളത് കൊണ്ട് ഈ ഹിന്ദുക്കൾക്ക് എന്തുണ്ട്? നാനാത്വത്തിൽ ഐക്യം, ഏകത്വമുണ്ട്. വൈവിധ്യതയിൽ അവർക്ക് എന്തുണ്ട്? ഏകത്വമുണ്ട്, സമത്വമുണ്ട്. അങ്ങനെ അവർ ഐക്യത്തിൽ ജീവിക്കുന്ന കൂട്ടരാണ്. എല്ലാത്തിനും പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും സ്നേഹിച്ച് ശത്രുക്കളില്ലാത്ത ജനാംഗമാണ് ഹിന്ദുക്കൾ. എന്തുകൊണ്ട്? അവർ തന്നിലും മറ്റുള്ള എല്ലാത്തിലും എന്ത് കാണുന്നുണ്ട്? ദൈവത്തെ കാണുമ്പോൾ ആത്മാവിനെ തന്നെ കാണുന്നുണ്ട്. അതിലുള്ളതും ആത്മാവ് തന്നെയാണ്. അപ്പോൾ അവിടെ അത് ആ ആത്മാവിലുള്ള ജ്ഞാനം, ശക്തി, കർമ്മഭാവം പ്രകടിപ്പിക്കാൻ ആ രൂപവും നാമവും സ്വീകരിച്ച് അവിടെ അങ്ങനെ അവതരിച്ചിട്ട് അഥവാ ആ രൂപം സ്വീകരിച്ചിട്ട് അങ്ങനെ ജീവിക്കുന്നു എന്നവർ മനസ്സിലാക്കുന്ന കൂട്ടം. അതുകൊണ്ട് ഈ വൈവിധ്യത്തെ എല്ലാ വൈവിധ്യങ്ങളുണ്ടെങ്കിലും അതിലുള്ള അതിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ആ ആത്മാവ് എൻ്റെ ആത്മാവ് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ പുലിയിലുള്ളതും ആനയിലുള്ളതും എന്നിലുള്ളതും എല്ലാം ഒരേ ആത്മാവാണ് എന്ന ഒരു ബോധം, എന്നൊരു മോക്ഷജ്ഞാനം അവർക്കുള്ളത് കൊണ്ട് അവർക്ക് എന്തുണ്ട്? വൈവിധ്യതയിൽ ഏകത്വം ഉണ്ട്. അങ്ങനെ അവർ ഐക്യത്തിൽ ജീവിക്കുന്ന കൂട്ടാണ് അല്ലേ? അങ്ങനെ വൈവിധ്യത്തിൽ ജീവിക്കൊണ്ടിരുന്നത്. ഇനി ലാസ്റ്റ് എന്താണ്? ഇതെല്ലാം പറഞ്ഞു തരാനും ഇതെല്ലാം കാണിച്ചു തരാനും അവർക്ക് എന്തുണ്ട്? ഗുരു പാരമ്പര്യമുണ്ട്, അഥവാ കുലദേവത പാരമ്പര്യമുണ്ട്. അവരുടെ ആചാര്യന്മാർ ധർമ്മഗ്രന്ഥങ്ങൾക്ക് എഴുതിയ ലക്ഷാന്തര ഭാഷാ പുസ്തകങ്ങളുണ്ട് അല്ലേ? അവർക്ക് വേദങ്ങളുണ്ട്, വേദാംഗങ്ങളുണ്ട്, വേദങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്, പുരാണങ്ങളുണ്ട്, മഹാകാവ്യങ്ങളുണ്ട്, സ്മൃതികളുണ്ട്, സൂത്രങ്ങളുണ്ട് അല്ലേ? ആഗമശാസ്ത്രങ്ങളുണ്ട്, യോഗയുണ്ട്, തന്ത്രശാസ്ത്രങ്ങളുണ്ട്, ദർശനങ്ങളുണ്ട്. ഇങ്ങനെ ലക്ഷാന്തര പുസ്തകങ്ങൾ അവരാരെ തന്നത്? അവർക്ക് അവരുടെ പാരമ്പര്യമായിട്ട് വരുന്ന ഗുരുക്കന്മാർ തന്നതാണ്. അങ്ങനെ അവർക്ക് ഗുരു പാരമ്പര്യമുണ്ട്. പിന്നെ കുലദൈവതയുടെ അഥവാ ദൈവത്തിൻ്റെ പാരമ്പര്യം ഉള്ളവരാണ് ഹിന്ദുക്കൾ. ഇങ്ങനെ 7 അടിസ്ഥാന തത്വങ്ങൾ അഥവാ സവിശേഷതകളുള്ളവരാണ് ഹിന്ദു എന്ന് പറയുന്നത്. അപ്പോൾ ഈ 7 ചേർത്തിട്ട് നമുക്ക് ഒരു ഡെഫിനിഷൻ ഉണ്ടാക്കിയാലോ, ഒരു നിർവചനം ഉണ്ടാക്കിയാലോ? ഹിന്ദുവിൻ്റെ ഇവർ 7 അടിസ്ഥാന തത്വങ്ങളെ വെച്ചിട്ട് നമുക്ക് നിർവചനം ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടായിരിക്കാം? ഭാരതം ആരുടെ ധർമ്മഭൂമിയോ പുണ്യഭൂമിയോ ആണോ,
കൂടാതെ മാതൃഭൂമിയോ പിതൃഭൂമിയോ ഗുരുഭൂമിയോ ആണോ അവർ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ടെന്നും ആ ശക്തിയെ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ വരുന്ന ജന്മങ്ങളിൽ എപ്പോഴെങ്കിലും ഗുരുവിൻ്റെ സഹായത്തിലൂടെയോ കുലദൈവത്തിൻ്റെ സഹായത്തിലൂടെയോ ഇല്ലെങ്കിൽ സ്വസാധനയിലൂടെയോ തന്നിൽ തന്നെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ട ജ്ഞാനം, അറിവ്, സ്വപ്രേരണ, സാഹചര്യം ആർക്കുണ്ടോ അയാളെ അഥവാ അവളെ അഥവാ അവരെ നമ്മൾ ഹിന്ദു അഥവാ സനാതനി എന്ന് വിളിക്കുന്നു. അപ്പോൾ മനസ്സിലായില്ലേ? അവർക്ക് അടിസ്ഥാനമായി 7 സവിശേഷതകളുണ്ട്. ഈ സവിശേഷതകളാണ് അവരെ സ്വത്വം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ 2 നിർവചനങ്ങൾ തന്നു കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ സാക്ഷാത്കരിക്കുന്ന മോക്ഷം പ്രാപിക്കുന്നതിന് വേണ്ടി അവരുടെ ജീവിതം സുഗമമാക്കുന്നതിന് വേണ്ടി അവർക്ക് അവരുടെ ആചാര്യന്മാർ ഗുരുക്കന്മാർ അവർക്ക് ഷോഡശ സംസ്കാരങ്ങൾ നൽകിയിരിക്കുന്നു. ആ ഷോഡശ സംസ്കാരങ്ങളിൽ കടന്നു വരുമ്പോൾ തന്നെ അവർ ഒരു ബാഹ്യ പ്രേരണ ഇല്ലാണ്ട് ഈ മോക്ഷത്തിലേക്ക് കടന്നു ചെല്ലുന്ന രീതിയിലാണ് അതിനെല്ലാം രൂപീകരിച്ചിട്ടുള്ളത്, അതിനെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഷോഡശ സംസ്കാരങ്ങൾ എന്തൊക്കെയാണ്? ഷോഡശ സംസ്കാരം തന്നിട്ടുണ്ട്. ഷോഡശ സംസ്കാരങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തേത് ഗർഭധാനം. നമ്മൾ ജനിക്കുന്നതിന് വേണ്ടി അച്ഛനും അമ്മയും ചെയ്യുന്ന ഗർഭശുദ്ധീകരണവും ഗർഭധാനം ചെയ്യുന്നു. പിന്നെ ഗർഭം ധരിച്ചത് കൺഫേം ആക്കുന്നതിന് വേണ്ടി പുംസാമനം എന്ന സംസ്കാരമുണ്ട്. പിന്നെ അമ്മയുടെയും കുട്ടിയുടെയും ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി സുരക്ഷയ്ക്ക് വേണ്ടി സീമന്തോനയനം ചെയ്യും. സീമന്തോനയനം കഴിഞ്ഞാൽ ജാതകർമ്മം, കുട്ടി ജനിക്കുന്ന സമയത്തുള്ളത്. അത് കഴിഞ്ഞാൽ നാമകരണം കഴിഞ്ഞാൽ നിഷ്ക്രമണം, പ്രകൃതിയെ കാണിക്കൽ, വീട്ടിൻ്റെ പുറത്ത് കൊണ്ടുപോകൽ. നിഷ്ക്രമണം കഴിഞ്ഞാൽ അന്നപ്രാശനം, അല്ലേ, ഘനാഹാരം കൊടുക്കുക. അന്നപ്രാശനം കഴിഞ്ഞാൽ പിന്നെ ചൗളം അഥവാ മുണ്ടനം എന്നതിൽ ആദ്യമായിട്ട് മുടിയെല്ലാം മുറിക്കുക, തല മുട്ടടിക്കുക എന്നതാണ്. അത് കഴിഞ്ഞാൽ ചൗളം കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യും? കർണവേദം. നമ്മൾ ചെവിയിൽ കാത് കുത്തുക എന്നതാണ്. കാത് കുത്തുക കഴിഞ്ഞാൽ പിന്നെ അക്ഷരാഭ്യാസം, നമ്മൾ അരിയിലുള്ള എഴുതിക്കുന്നത്. പിന്നെ 11ാമത്തേത് എന്താണ്? ഉപനയനം. എന്താണ് ഉപനയനം? കണ്ണുകൾ എടുത്തുകൊണ്ട് പോകും. എന്ത് കണ്ണുകൾ? ഈ ദേഹത്തിലിരിക്കുന്ന ആ ഞെന്നെ കണ്ടെത്താനുള്ള സാധന ചെയ്ത് തുടങ്ങുന്നതിൻ്റെ ആവശ്യത്തിന് അത് കണ്ടെത്തിയ ആത്മീയ ആചാരം എടുത്തു കൊണ്ടുപോയിട്ട് അതിനുള്ള സാധനക്രമങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയുള്ളതാണ് ഉപനയനം എന്നുള്ളത്. പിന്നെ ഉപനയനം കഴിഞ്ഞാൽ വേദാരംഭം, അഥവാ നമ്മൾ ഗുരുകുലത്തേക്കോ സ്കൂളിലേക്ക് പോയിട്ട് വിദ്യ പഠിക്കുന്നത്. അങ്ങനെ വേദാരംഭം തുടങ്ങും. വേദാരംഭം കഴിഞ്ഞാൽ കേശന്തം അഥവാ ഋതുമതി ആയതിൻ്റെ സംസ്കാരം. അത് കഴിഞ്ഞാൽ സമാവർത്തനം, അങ്ങനെ വിദ്യാഭ്യാസം കംപ്ലീറ്റായിട്ട് സ്കൂളിൽ നിന്ന് പുറത്തു വരുന്നത് സമാവർത്തനം. അത് കഴിഞ്ഞാൽ നമ്മൾ വിവാഹം, കല്യാണം കഴിക്കുക എന്നത് ഒരു സംസ്കാരമാണ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ മരിച്ചാൽ നമ്മൾക്ക് അന്ത്യേഷ്ടികർമ്മങ്ങൾ. അങ്ങനെ 16 സംസ്കാരങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ സംസ്കാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ്റെ സുഖമായ ജീവിതം സുഖമായിട്ട് കിട്ടുന്നതിന് വേണ്ടി നമ്മളെ ആചാര്യന്മാർ അത് ഉണ്ടാക്കി നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ജീവിതം പൂർണ്ണമാകുന്നതിന് വേണ്ടി, പരിപൂർണമാകുന്നതിന് വേണ്ടി നമുക്ക് 4 ആശ്രമങ്ങൾ തന്നിട്ടുണ്ട്. 4 ആശ്രമങ്ങൾ എന്താണെങ്കിൽ ജീവിതത്തെ 4 ഭാഗമാക്കിയിട്ട് 4 ആശ്രമങ്ങൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം, അല്ലേ? ഇതിലൂടെ ഈ ഒരു ജന്മത്തിന് 4 ഭാഗമായിട്ട് ആ ജന്മങ്ങളിൽ നമ്മൾ നേടിയെടുക്കേണ്ടതായ ലക്ഷ്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ലക്ഷ്യബോധം ഉണ്ടാവും മാത്രമേ നമുക്ക് നല്ല സമാധാനത്തിലോ ഒരു ലക്ഷ്യബോധത്തോടെ ജീവിക്കാൻ പറ്റും. അങ്ങനെയുള്ളവർ മാത്രമേ എന്താണ് മനസ്സ് എപ്പം ആ ലക്ഷ്യത്തിലേക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് ഡിപ്രഷൻ മറ്റുള്ള സങ്കടങ്ങളൊന്നും വരാനില്ല. കാരണം ഓരോ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കാനുണ്ട്, ഇത് ചെയ്യാനുണ്ട് എപ്പോൾ നമ്മളെ ജീവിതത്തെ മുന്നോട്ട് ഒരു പ്രശ്നമല്ലാതെ മുന്നോട്ട് തള്ളി നീക്കാൻ സഹായിക്കും. അങ്ങനെ 4 പുരുഷാർത്ഥങ്ങൾ, ചതുർപുരുഷാർത്ഥങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണെങ്കിൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന 4 പുരുഷാർത്ഥങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഗൃഹസ്ഥാശ്രമത്തെ ഏറ്റവും സമാധാനമായിട്ട് ഏറ്റവും സുന്ദരമായിട്ട് പൂർണ്ണതയോടെ നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് 4 വർണ്ണങ്ങളുടെ പരിചയം പറഞ്ഞു തന്നിട്ടുണ്ട്. ഗൃഹസ്ഥാശ്രമത്തിൽ എന്താണ്? നമുക്ക് നിത്യവൃത്തി ചെയ്ത് ഉപജീവനത്തിന് വേണ്ടി നമ്മൾ
എന്തെങ്കിലും സമ്പാദിക്കുക, നേടിയെടുക്കുക എന്നാണ്. അപ്പോൾ അത് നേടിയെടുക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ സ്വഭാവം കഴിവ് അനുസരിച്ചിട്ട് അതായ കഴിവുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്തിട്ട് നമ്മൾ നിത്യവൃത്തി ചെയ്യും. അപ്പോൾ ആ നിത്യവൃത്തികൾ ചെയ്യാൻ 4 വർണ്ണങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ഈ രീതി 4 വർണ്ണങ്ങൾ എന്തൊക്കെയാണത്? ബ്രാഹ്മണ വർണ്ണമുണ്ട്, ക്ഷത്രിയ വർണ്ണമുണ്ട്, വൈശ്യധർമ്മമുണ്ട്, പിന്നെ ശൂദ്രവർണ്ണമുണ്ട്. ഇതിൽ നമ്മൾക്കുള്ള കഴിവ് സാമർഥ്യം മനസ്സിലാക്കിയിട്ട് ആ കർമ്മങ്ങൾ, ആ വർണ്ണത്തിലുള്ള കർമ്മങ്ങളെ നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾ ഉപജീവനം സമാധാനത്തിൽ നൽകുന്നത്. അപ്പോൾ എനിക്ക് ഇന്നത്തെ കർമ്മം ഇന്ന സാഹചര്യമാണ്, അതുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നു. സംതൃപ്തിയോടെ നമുക്കത് ചെയ്യാനും ആ കർമ്മം ചെയ്ത് 100% വിജയിക്കാനും പറ്റും. ഇല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കാനും ഉള്ള സ്വഭാവമുള്ളവൻ യുദ്ധത്തിന് പോയാലും നടക്കുക, ക്ഷത്രിയനായാലും നടക്കില്ല. അപ്പോൾ ഞാൻ ക്ഷത്രിയ സ്വഭാവം ഉണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കാൻ പോയാലും നടക്കില്ല. നമ്മൾ പിള്ളേർ ദേഷ്യം പിടിച്ച് അടിക്കാൻ സമയം ഉണ്ടാവും ഇല്ലേ? അതുകൊണ്ട് ഞാൻ ക്ഷത്രിയ സ്വഭാവം ഉണ്ടെങ്കിൽ ഞാൻ സൈനികനാകണം, പോലീസാകണം അല്ലേ? അതിൽ കച്ചവടം ചെയ്യുന്നവൻ്റെ സ്വഭാവം ഉണ്ടെങ്കിൽ ഞാൻ എന്താക്കണം? കച്ചവടം ചെയ്യണം. അതായത് ക്ഷത്രിയൻ പോയിട്ട് കച്ചവടം ചെയ്യാൻ നിന്നാലോ വന്ന കൂട്ടുകളും ദേഷ്യം പിടിച്ച് വേണം വാങ്ങടാ പോട്ടറ എന്ന് പറയും. വേണം വാങ്ങടാ ഇല്ലെങ്കിൽ പോട്ടറ എന്ന് പറയും. അങ്ങനെയല്ല കച്ചവടം നടക്കില്ല. അപ്പോൾ വൈശ്യ സ്വഭാവമുള്ളവനെ വൈശ്യത്തിന് പറ്റും. അതേപോലെ സേവനം ചെയ്യും. എല്ലാവരും സേവനം ചെയ്തിട്ട് സേവന മനോഭാവത്തിൽ ചെയ്യണമെങ്കിൽ എന്താണോ നമുക്ക് സേവന മനോഭാവനയുടെ സ്വഭാവം ഉണ്ടാവണം അല്ലേ? അങ്ങനെ സേവന മനോഭാവം ഇല്ലാത്ത ക്ഷത്രിയൻ പോയിട്ട് ഒരു നഴ്സിങ്ങിനെ പണിപ്പോയാൽ പോലെ എങ്ങനെ ഉണ്ടാവും അല്ലേ? കച്ചടയായിരിക്കും, എപ്പം കച്ചടയായിരിക്കും. അതുകൊണ്ട് ആ വർണ്ണങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മളെ കഴിവ് സാമർത്ഥ്യം, നമ്മൾ ഗുണത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഗൃഹസ്ഥാശ്രമത്തെ എത്ര സുന്ദരമായിട്ട് സമാധാനമായിട്ട് ആ കർമ്മം നമ്മൾ സന്തോഷത്തോടെ ആ കർമ്മം ചെയ്യാൻ വേണ്ടി നമുക്ക് 4 വർണ്ണങ്ങളെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് നമ്മളെ ആചാര്യന്മാർ. പിന്നെ എന്തുണ്ട്? ലോകശാന്തി, ലോക ഐക്യം, ലോക കല്യാണത്തിന് വേണ്ടി നമുക്ക് പഞ്ചമഹായജ്ഞങ്ങളെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? ഇതൊക്കെയാണ് ഹിന്ദുവിൻ്റെ ഒരു സ്വത്വം, അപ്പോൾ ഹിന്ദുവിൻ്റെ സ്വന്തം അഹങ്കാരം എല്ലാം പറയുന്നത്. ഇതൊക്കെ ചേരുമ്പോഴാണ് ഹിന്ദു പൂർണ്ണമാകുന്നത്. ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി ഇതൊന്നെല്ലാം ഒന്ന് സംക്ഷിപ്തമായിട്ട് ഞാനൊരു ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ബുക്കിൽ ഇതെല്ലാം ഒന്ന് നമ്മൾ സംഗ്രഹിച്ച് വെച്ചിട്ടുണ്ട്. ബുക്കിൻ്റെ പേര് സ്നേഹസ്മൃതി എന്നാണ്. ഈ എല്ലാ കാര്യങ്ങളും ഒന്ന് ചേർത്ത് ഇണക്കിയിട്ട് ഒരു പുസ്തകം ഉണ്ടായിരുന്നു. ആ പുസ്തകം PDF പുസ്തകമാണ്. PDF എന്തായാലും നിങ്ങൾക്കറിയാമല്ലോ, ഈ പുസ്തകമാണ്. ഇത് പ്രിൻറ്റ് ചെയ്തിട്ടില്ല. കാരണം പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് എന്താണ് അനുഭവ മണ്ഡപത്തിൽ നിന്ന്, നിങ്ങൾ ഭാരത മണ്ഡപം കേട്ടിട്ടുണ്ടോ? അതുപോലെ അനുഭവ മണ്ഡപം അഥവാ മാർഗദർശൻ മണ്ഡളിയിൽ നിന്ന് അഥവാ ഹൈന്ദവ വിശ്വ പാർലമെൻറ്റിൽ നിന്ന് അംഗീകാരം കിട്ടണം, അനുമോദനം കിട്ടണം, പെർമിഷൻ കിട്ടണം, എന്നാലും നമുക്കത് ബുക്ക് പ്രിൻ്റാക്കാൻ പറ്റും. അതുവരെ ആ പുസ്തകത്തിൽ പല കൂട്ടിച്ചേർക്കലുകളും പല തിരുത്തലുകളും വരാം. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഇപ്പോൾ നമ്മൾ PDF വെച്ചിട്ടുള്ളത്. ഈ പുസ്തകം നിങ്ങൾ ഒരു പ്രാവശ്യം അതിന് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഇതിനെ പരിഷ്കരിക്കുമ്പോൾ ഇതിൽ മാറ്റങ്ങൾ വരുത്തുന്ന പുതിയ എഡിഷനുകൾ വരുമ്പോൾ നിങ്ങൾക്ക് വേറെ പുതിയതായിട്ട് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. എപ്പോൾ നമ്മളെ വെബ്സൈറ്റിൽ നിന്ന് ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേരെന്താണ്? snefobharati.com. അതിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാവും. എപ്പോൾ വേണമെങ്കിലും പുതിയ പരിഷ്കാരങ്ങൾ വരുമ്പോൾ പുതിയ ആവർത്തികൾ വരുമ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ആ പുസ്തകം നിങ്ങൾക്കെല്ലാം ഹിന്ദുവിനെ പറ്റി അറിയാമായിരിക്കും, അറിയാത്ത കൂട്ടുകാരും ഉണ്ടാകില്ല. കാരണം ഈ മണ്ണിൽ ജനിച്ച എല്ലാവർക്കും മതി, ഏത് മതത്തിൽപ്പെട്ടാലും ഏത് സമ്പ്രദായപ്പെട്ടാലും ഈ മണ്ണ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ മണ്ണിലാണ് ആ ദർശനം, ആ ശാസ്ത്രം, അതിൻ്റെ തത്വസിദ്ധാന്തത്തിലുള്ളത്. ആ മണ്ണിലും ഈ വായുവിലും ഈ പ്രകൃതിയിലും അത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശ്വസിക്കുമ്പോൾ, ഇത് കുടിക്കുമ്പോൾ, ഇത് തിന്നുമ്പോൾ, ഇതിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്കത് ഓട്ടോമാറ്റിക്കലി നിങ്ങളിലേക്ക് വന്നു ചേരും. കാരണം അത് പ്രാകൃതികമാണ്, അത് നൈസർഗികമാണ്, അത് എന്താ പറയുക, പ്രപഞ്ചമെല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ്. അതുകൊണ്ട് എങ്കിലും അത് ഇങ്ങനെയാണ് എന്ന് അറിയാത്ത കൂട്ടർക്ക് മനസ്സിലാക്കാനും, അറിയുന്ന കൂട്ടർ അത് ഇങ്ങനെ തന്നെയാണോ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണ് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ഈ പുസ്തകം നിങ്ങൾ വാങ്ങിക്കേണ്ടത്. അതേപോലെ ഭൂമിയിൽ എവിടെയും ആരും ഹിന്ദുവിൻ്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആ കാര്യങ്ങൾക്ക് കൃത്യമായി എല്ലാവരും ഒരേപോലെ ഉത്തരം നമുക്ക് നൽകാൻ പറ്റണം. അതിനുവേണ്ടി കൂടിയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഭാവിയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഹിന്ദുവിനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ 2 ആൾ 2 മറുപടി പറയാൻ പാടാൾക്ക് ഒറ്റ ഒരു മറുപടി പറയാൻ നമുക്ക് നൽകണം. ഒരു മനസ്സോടെ നമുക്ക് നിൽക്കാൻ പറ്റണം. അങ്ങനെ കാരണം ഭൂമി മാതാവ് ഞങ്ങൾക്കെല്ലാം അറിയാം. ഇവിടെ മണ്ണ് നശിച്ചുകൊണ്ടിരിക്കുന്നു, വായു നശിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെ ബഹിരാകാശം നശിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? പൃഥ്വി, കടൽ എല്ലാം മലിനീകരണമായിക്കൊണ്ടിരിക്കുന്നു. ഭൂമി മാതാവ് ഒരു നാശത്തിൻ്റെ വക്കിലാണ് വന്നിരിക്കുന്നത്. ഭൂമി മാതാവിന് എപ്പം പനിയാണ്. ചൂട് കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ ഭൂമി മാതാവിന് പനി എന്നാൽ എന്താണ്? അതൊരു രോഗലക്ഷണമാണ്. അപ്പോൾ ഭൂമി മാതാവ്, നമ്മളെ മാതാവ്
രോഗലക്ഷണം എന്താ? പനി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ആ പനിയിൽ നിന്ന്, ആ നാശത്തിൽ നിന്ന് ഭൂമി മാത്രം രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതേപോലെ മനുഷ്യരിൽ പശുത്വം നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അവരിൽ മൃഗത്വം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരുടെ മനുഷ്യരിൽ നിന്ന് അവരെ മനുഷ്യരാക്കിയിട്ട് അവിടുന്ന് ദൈവികതയിലേക്ക് ഉയർത്തേണ്ടതുണ്ട്. ഇത് ഹിന്ദുവിനെ കൊണ്ട് മാത്രമേ സാധ്യമാകൂ. കാരണം ധർമ്മം ഹിന്ദുവിനടുത്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ മുകളിൽ ഡെഫിനിഷൻ കണ്ടു അല്ലേ? എന്താണ് അധർമ്മം എന്ന് പറഞ്ഞാൽ? അടിമത്വത്തിൻ്റെ രക്ഷത്തോടുള്ള കർമ്മത്തിന് നമ്മൾ അധർമ്മം എന്ന് വിളിക്കുന്നു. അപ്പോൾ അടിമത്വത്തെ പഠിപ്പിക്കാത്തത് ഒരേ ഒരു ധർമ്മം ഈ ഭൂമിയിലുള്ളത് ഹിന്ദു ധർമ്മമാണ്. അപ്പോൾ ഹിന്ദു ധർമ്മത്തെ പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് ഭൂമി മാതാവിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതേപോലെ മനുഷ്യരിലെ ഹൃദയബന്ധങ്ങളെ സ്ഥാപിച്ചുകൊണ്ട് മനുഷ്യരെ നമുക്ക് മനുഷ്യത്വത്തിലേക്ക് ഉയർത്തേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ ഭംഗിയായി നടക്കട്ടെ, ഭംഗിയായി അതിൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഞാൻ ഉപസംഹരിക്കുന്നുണ്ട്. ഓം സഹനാവവതു സഹനോ പുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ദ്യൗശാന്തി അന്തരിക്ഷ ശാന്തി പൃഥിവീ ശാന്തി ആപശാന്തി ഔഷധയ ശാന്തി വനസ്പതയ ശാന്തി വിശ്വേ ദേവാ ശാന്തി ബ്രഹ്മ ശാന്തി സർവേ ശാന്തി ശാന്തിരേവ ശാന്തി സാമാ ശാന്തി രേതി ശാന്തി ശാന്തി ശാന്തി. അതിരുകളില്ലാത്ത ഹൈന്ദവ മഹാസാമ്രാജ്യം വിജയിക്കട്ടെ. മാ ഭാരതി വിജയിക്കട്ടെ. മാ വസുന്ധര വിജയിക്കട്ടെ. ജയ് മാ ഭാരതി, ജയ് മാ വസുന്ധര. എല്ലാവർക്കും നന്ദി, നമസ്കാരം.